ഇന്ന് ഏട്ടൻ ഓഫീസിൽ പോകേണ്ട ഡേ ആണേ. അപ്പോൾ രാവിലെ 7 മണിക്ക് ഏട്ടനെ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിൽ വിട്ടിട്ട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ചെറുതായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചെറുതായിട്ട് മഞ്ഞ് പെയ്യാറുണ്ട്, കുറച്ച് കഴിയുമ്പോൾ പോകുന്നു വിചാരിച്ചു. ഇത് 9 മണിയായപ്പോഴാണ് അപ്പോഴും പെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നേ. പൊതുവേ എനിക്കിവിടെ വിൻ്റർ സീസൺ ഇഷ്ടമേ അല്ല. ആ സമയമാകുമ്പോൾ എങ്ങനെയെങ്കിലും നാട്ടിൽ പോയാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കേ. പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞും കൂടി പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും തോന്നില്ല. പക്ഷേ ഇതിപ്പോൾ നോക്ക്, ഫുൾ മഞ്ഞ് പെയ്തിട്ട് റോഡും വണ്ടികളും എല്ലാം മൂടിക്കിടക്കുക. ഈ മഞ്ഞിൽ ബൈക്കും സ്കൂട്ടറും ഒന്നും എടുത്ത് പുറത്തേക്ക് പോകുന്ന സ്വപ്നം കാണുക പോലും വേണ്ട, അത്രയ്ക്ക് സ്ലിപ്പറി ആയിരിക്കും റോഡൊക്കെ. പക്ഷേ എന്നാലും ഇവിടെയുള്ള ആൾക്കാർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സൈക്കിളിൽ പോകുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും, ഈ ഒരു വീഴാണ്ട് എങ്ങനെ പോകുന്നു, നമുക്കൊരു അത്ഭുതമായിരിക്കും അത്. സൂപ്പറായിട്ടില്ലേ? അതൊക്കെ എന്ത് ഭംഗിയാ. അടിപൊളിയായിട്ടുണ്ട്. ഈ വർഷം പിന്നെയും മഞ്ഞ് പെയ്യുന്ന ഞാൻ വിചാരിച്ചേ ഇല്ല. കുറേ നാൾ മുമ്പ് മഞ്ഞ് പെയ്തായിരുന്നു, അപ്പോൾ എനിക്കത്ര ഞാനിങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. തണുപ്പാത്തിരിക്കില്ല, കാരണം ഞാൻ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല. കൊള്ളാം, അടിപൊളി. നല്ലൊരു എനർജറ്റിക് ഫീലുണ്ട്. വണ്ടികളൊക്കെ നോക്ക്, ഫുൾ മഞ്ഞ് വീണ് കിടക്കുക എല്ലാത്തിൻ്റെ മേലെ. ഞാൻ എപ്പോഴും മഞ്ഞിന് കുറ്റം പറഞ്ഞിട്ടാണ് വീഡിയോസ് ഇടാറ്. കാണാൻ നല്ല ഭംഗിയാണ്, വീഡിയോസിൽ ഭംഗിയാണെന്നുണ്ടെങ്കിലും മഞ്ഞിൽ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ആ ഒരു വിൻ്റർ സീസൺ വന്നാൽ തന്നെ ഒരു മൂഡ് ഓഫ് ആണെന്നൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എന്തെന്നില്ലാത്തൊരു എനർജി ഉണ്ടായിരുന്നു. ഈ ഒരു ഡേ മഞ്ഞ് പെയ്തത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു എന്ന് പറയാം. ഇന്നാണ് എനിക്ക് ഓക്കെ ഇത് കൊള്ളാം. ചില കാര്യങ്ങളോട് നമുക്കുള്ള പേടീനെ നമ്മൾ അതിലേക്ക് ഇറങ്ങിയാലേ മാറുള്ളൂ, അങ്ങനെ പറയില്ലേ, അതേപോലെയായിരുന്നു. ഞാൻ എപ്പോഴും മഞ്ഞ് പെയ്യുമ്പോൾ അയ്യോ ഞാൻ പുറത്തേക്കില്ല, പുറത്തെവിടെയും പോകാമെന്നൊക്കെ പറയുമില്ല, മഞ്ഞിൽ ഞാൻ പുറത്തേക്കില്ല, പുറത്ത് പോകണ്ട, വീട്ടിൽ തന്നെ ഇരിക്കുക, അങ്ങനെ പറയുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പം അത് ചുറ്റും കണ്ണ് തുറന്ന് നോക്കി ചുറ്റിലുള്ള ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ ഓക്കെ ഇത് നല്ലൊരു സംഭവമാണ്, ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്, പിന്നെ എനിക്ക് മാത്രം എന്താ പ്രശ്നം. ആ ഒരു പേടി എനിക്ക് മാറിയ പോലെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അറിയില്ല, ഇനി അടുത്തൊരു വിൻ്ററും കൂടെ വരുമ്പോഴേ അറിയുള്ളൂ, അപ്പോഴും വീണ്ടും മൂഡ് ഓഫ് ആവുമെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ തോന്നില്ല, ഇത്ര സില്ലിയായ കാര്യത്തിന് എന്തിനാണ് ഇത്ര ഭയങ്കര സംഭവമാക്കിയിട്ട് പറയുന്നത്. ഞാനും പണ്ട് ഇങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്, വിദേശത്ത് വിൻ്ററിൽ ഭയങ്കര പ്രശ്നമാണ്, ഡിപ്രഷൻ വരും, ഇങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ കാണുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ എന്താ പറയുന്നത്, എനിക്കങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് ഒരു പക്ഷേ നാട്ടിൽ നിന്ന് വിട്ട് വന്ന് ഒത്തിരി ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ ഒരു ഇതായിരിക്കാം. പിന്നെ വിൻ്ററിൽ വരുന്ന ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ചസും നമ്മളെ അഫക്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. ഞാനിവിടെ ഒത്തിരി പേരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ, ഇവിടെ തന്നെ ജീവിച്ച് വളർന്ന ആൾക്കാരും എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, അത് നിനക്ക് മാത്രം വരുന്ന പ്രശ്നമല്ല, ഇവിടെ ജീവിച്ച് വളർന്ന ആൾക്കാരായിട്ടും വിൻ്റർ ആകുമ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് ഡൗൺ ആവും. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റി എനർജറ്റിക്കായിട്ട് നമ്മളെ വെക്കണം, അപ്പോഴേ സർവൈവ് ആവാൻ പറ്റുള്ളൂ ഈ ഒരു കാലാവസ്ഥയിൽ. അത് സത്യമാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 2ാമത്തെ വർഷമായിട്ടേ ഉള്ളൂ. പക്ഷെ ആദ്യത്തെ വർഷം അതെ, ഈ വർഷം അതെ, വിൻ്റർ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എനിക്ക് നാട്ടിലേക്ക് പോകണം, എനിക്കിവിടെ വേണ്ട, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് എൻ്റെ കൂടെ ജീവിക്കുന്ന ആൾക്കാരനെയും ആകെ കൂടി മാനസിക സംഘർഷത്തിലാക്കാറുള്ളതാണ്. അപ്പോൾ ഈ വർഷം അതേപോലെ തന്നെയായിരുന്നു. വിൻ്റർ ആകുമ്പോഴത്തേക്ക് അയ്യോ പറ്റുന്നില്ല, എനിക്ക് നാട്ടിൽ പോകണം, ഈ ഒരു പാട്ടാണ്. എനിവേസ് നല്ല ഭംഗിയില്ലേ ഈ മഞ്ഞ് വീണിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. എനിക്കിവിടെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഏരിയയാണിത്. ഈ ഒരു പാർക്കിൽ നിറയെ ആൾക്കാരുണ്ടാവും മഞ്ഞില്ലാത്ത സമയത്തൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും മഞ്ഞിഷ്ടമായോ? മഞ്ഞുള്ള നാട്ടിൽ ജീവിക്കാൻ ഇഷ്ടമാണോ? അപ്പോൾ ഇനി ഈ വർഷം വലിയ മഞ്ഞൊന്നും പെയ്യില്ല എന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഞാൻ പോവാണ്.